ഒട്ടുമിക്ക എല്ലാത്തിലും ഇപ്പോൾ AI കൈകടത്തുകയാണല്ലേ. ഇപ്പോഴിതാ നോക്കിക്കോ, മനുഷ്യൻ്റെ വികാര വിചാരങ്ങളോടെ സെക്സ് ഡോളുകൾ നിർമ്മാണം AI ടെക്നോളജിയിലാണ്. അറിയണ്ടേ എന്താണെന്ന്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI നിങ്ങളുടെ അടിമയാണോ അതോ ഉടമയാണോ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, അധികകാലം വൈകില്ല AI നമ്മുടെ ഉടമയാകാൻ ശ്രമിക്കുകയാണ്. ഏറെക്കുറെ ഇപ്പോൾ തന്നെ AI നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയിട്ടുണ്ട്, സ്വാധീനവും ചെലുത്തിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ എല്ലാ രംഗത്തും ഇന്ന് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. AI സുന്ദരിമാരുടെ സൗന്ദര്യ മത്സരം വരെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സെക്സ് ഡോളുകൾ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ചൈനീസ് കമ്പനിയായ സ്റ്റാർപെറി ടെക്നോളജി. ChatGPT പോലെയുള്ള AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ശബ്ദത്തിലും ശരീരഭാഷയിലും വിപുലമായ മാറ്റങ്ങൾ വരുത്തി ഉപയോക്താക്കളുമായി സംവദിക്കാൻ കഴിയുന്ന രീതിയിലാണ് സെക്സ് ബോട്ടുകൾ വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഈ വർഷം ഓഗസ്റ്റിൽ പ്രോട്ടോടൈപ്പ് പുറത്തിറക്കാനാകുമെന്നാണ് കമ്പനി CEO ഇവാൻ ലീയുടെ പ്രതീക്ഷ. സ്റ്റാർപെറി ടെക്നോളജി ആയിക്കോട്ടെ, അവരുടെ സെക്സ് ഡോളുകളെ ഇതിനകം ഉടമകളുമായി വൈകാരിക ബന്ധം പുലർത്തുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. പുരുഷന്റെയും സ്ത്രീയുടെയും രൂപത്തിൽ സെക്സ് ഡോളുകൾ കമ്പനി പുറത്തിറക്കുന്നുണ്ട്. നിലവിൽ വിപണിയിൽ ലഭ്യമായ സെക്സ് ഡോളുകൾ ഭാവങ്ങൾ പ്രകടിപ്പിക്കാത്തതാണ്. മാത്രമല്ല, മനുഷ്യരുമായി ഇടപഴകാനുള്ള കഴിവും അതിനില്ല. എന്നാൽ പുതിയ AI മോഡലുകൾ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നുണ്ട്. പുതിയ AI മോഡലുകളിൽ ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സെൻസറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. AI മോഡലുകൾ നൽകുന്നതും സെൻസറുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നതുമായ സെക്സ് ഡോളുകളുടെ പുതിയ തലമുറയ്ക്ക് ചലനങ്ങളോടും സംസാരത്തോടും പ്രതികരിക്കാനും കഴിയും. അടിസ്ഥാന സംഭാഷണ കഴിവുകളേക്കാൾ വൈകാരിക ബന്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉപയോക്തൃ അനുഭവം ഗണ്യമായി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യം എന്നാണ് ലീ പറഞ്ഞിരിക്കുന്നത്. ഏറെക്കുറെയൊക്കെ യാഥാസ്ഥിതിക സമൂഹമായിരുന്നിട്ടും സെക്സ് ഡോളുകളുടെ ഏറ്റവും വലിയ വിപണിയായി ചൈന ഉയർന്നു വന്നിട്ടുണ്ട്. US, ജപ്പാൻ, ജർമ്മനി എന്നീ രാജ്യങ്ങൾ ചേർന്നുള്ളതിനേക്കാൾ കൂടുതൽ ചൈന ഈ രംഗത്ത് സംഭാവന നൽകിയിട്ടുണ്ട് എന്നും CEO കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സ്റ്റാർപെറിയുടെ പാത പിന്തുടർന്നുകൊണ്ട് മറ്റ് ചൈനീസ് പാവ നിർമ്മാതാക്കളും അവരുടെ ഉൽപ്പന്നങ്ങളിൽ AI സംയോജിക്കാനുള്ള ശ്രമത്തിലുമാണ്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ചൈനീസ് ബ്രാൻഡായ സ്റ്റാർപെറിയുടെ ഒരു സെക്സ് ഡോളിന് $1500, ഏകദേശം 1.2 ലക്ഷം രൂപയാണ് വില. അതേസമയം അമേരിക്കയിലെ അബീസ് ക്രിയേഷൻസ് നിർമ്മിക്കുന്ന സമാനമായ ഡോളിന് $6000, ഏകദേശം 5 ലക്ഷം രൂപയാണ്. അതിനു മുകളിലേക്കുമാണ് വില വരുന്നത്. ഒരേ സമയം ആശങ്കയും ആശ്വാസവുമാണെന്ന് പറയേണ്ടതില്ലല്ലോ. നിർമ്മിത ബുദ്ധിയെ അടിമയാക്കി നിർത്തിക്കൊണ്ട് കാര്യക്ഷമതയോടെ ജോലികൾ തീർക്കാമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ മനുഷ്യനെ ഭരിക്കുന്ന ഒന്നായി അത് മാറുമെന്ന എതിർവാദവും ശക്തമായി തന്നെ തുടരുന്നുണ്ട്. എന്റെ വാക്കുകൾ കുറിച്ചിട്ടുകൊള്ളുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരാശിക്ക് ആണവായുധത്തെക്കാൾ മാരകമായിരിക്കും. 2022 ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്ക് അഭിപ്രായപ്പെട്ടതാണ് ഇങ്ങനെ. ലോകപ്രശസ്ത നിക്ഷേപകൻ വാറൻ ബഫറ്റ് ആയിക്കോട്ടെ AI ആണവ ബോംബിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ മേഖലകളിലേക്കും കൈകടത്തുകയാണ് AI. മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതും ഇനി ചെയ്യാൻ പറ്റാത്തതുമായ പരിമിതികളെല്ലാം AI സാധ്യമാക്കുന്ന അവസ്ഥ.